ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് നമ്മൾ UAE ഒരു സ്റ്റേക്കേഷനൊക്കെ നോക്കുന്നവർക്കുള്ള കേട്ടോ. നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഫാമിലിയൊക്കെ ആയിട്ട് ഒന്ന് നിൽക്കാൻ പറ്റിയ കിടിലൻ സ്പോട്ട് നമുക്ക് പരിചയപ്പെടുത്താം. നമ്മുടെ എക്സ്പോ ടൈമിൽ, അതായത് എക്സ്പോ നടന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ ആട്ടോ നമ്മളുള്ളത്. എക്സ്പോയുടെ സമയത്തെ ഏറ്റവും വലിയ അട്രാക്ഷനായിരുന്നു ഇത്, എക്സ്പോയുടെ ഡോം. അപ്പോൾ അതിനോട് ചേർന്നിട്ട് ഉള്ള ഈ ഒരു റോവ് ഹോട്ടലാട്ടോ. ഇവിടെ ഓഫറൊക്കെ ആയിട്ട് നല്ല പാക്കേജിൽ നമുക്ക് 1 ഡേ റൂം എടുക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അഡ്വാൻറ്റേജ്, ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ എക്സ്പോ സിറ്റി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഈ ചൂടായ കാരണം ഇവിടെ കിടന്ന് നടക്കാനൊക്കെ ചെറിയ പ്രശ്നമാണ്, പക്ഷേ ബഗ്ഗി ഉണ്ട്, ബഗ്ഗി ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ ബഗ്ഗി ഫെസിലിറ്റി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ അന്ന് ഈ എക്സ്പോയുടെ ടൈമിൽ ഇതിൻ്റെ ഉള്ളിൽ കയറാനൊക്കെ സെപ്പറേറ്റ് ടിക്കറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല ഇതിൻ്റെ ഉള്ളിൽ. ജസ്റ്റ് ഇതൊന്ന് വന്ന് കാണാം, നല്ല ഫോട്ടോ എടുക്കാൻ ഇതുള്ളവർക്കൊക്കെ ഫോട്ടോ എടുക്കാം. അങ്ങനത്തെ ഒക്കെ ഒരു സെറ്റപ്പാണ് ഇപ്പോൾ. ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടാ ഡോം. ഇപ്പോൾ രാവിലെയാണ്, നല്ല വെയിലൊക്കെ ആയി, സമ്മറായ കാരണം ലേറ്റാണ്. ഇതൊക്കെ രാത്രി കത്തിയോ? ഇന്നലെ കത്തിയിട്ടില്ല. ഇതുണ്ടോ നമ്മുടെ ഹോട്ടല്? ഇവിടുന്ന് കാണിച്ചു കഴിഞ്ഞാൽ കാണില്ല, പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാം. എക്സ്പോയുടെ ടൈമിൽ ഫുള്ള് ക്രൗഡ് ഇതിൻ്റെ ഉള്ളിലായിരുന്നു. ഇതിൻ്റെ ഉള്ളിലാണ് ഓരോ പ്രോഗ്രാംസ് സംഭവങ്ങളൊക്കെ ഉണ്ടാവുക. അന്ന് നമുക്ക് എക്സ്പോയുടെ ടിക്കറ്റ് എടുക്കണം. അതുകൂടാതെ ഈ ഒരു ഡോമിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കൽ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ ആരുമില്ല. എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ എക്സ്പോ സിറ്റി എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ഇവിടെ ഏതെങ്കിലും ഹോട്ടൽസിൽ റൂം എടുക്കണം, എന്നാൽ മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. ഏതാ? ഈ ഡോമിൻ്റെ ഒരു എന്തോ സംഭവം, സ്ട്രക്ചർ അൽ വസൽ ഡോം. ഇതാണ്ട നമ്മുടെ ഹോട്ടല്. ഇവിടെ നമുക്ക് ഈ ഡോമിനോട് ചേർന്നിട്ടുള്ള ബാൽക്കണി ഉള്ള റൂമൊക്കെ കിട്ടും. നൈസാണ്. ഇപ്പോൾ കാറില്ലാത്തവർക്കാണെങ്കിലും മെട്രോയിൽ വരികയാണെങ്കിൽ ഇവർ ബഗ്ഗിയിൽ വന്ന് പിക്ക് ചെയ്യും. അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പണ്ട് ഈ ഏരിയയിലൊക്കെ, പുറത്തെ ഏരിയയിലൊക്കെ കംപ്ലീറ്റ് പൗലിയൻസ് ആയിരുന്നു. ഇപ്പോൾ കുറേ പൗലിയൻസൊക്കെ ഒരു റിമൂവ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ഐഡിയ കിട്ടണില്ല എവിടെയായിരുന്നു പൗലിയൻ, എന്തായിരുന്നു എന്നുള്ളതൊന്നും. പക്ഷെ ഇപ്പോൾ കുറേ ഒന്നും കാണുന്നില്ല. പിന്നെ ഇവിടെ മൊത്തം റെസിഡൻഷ്യൽ സംഭവങ്ങൾ പണിയുണ്ട്. എന്താ ദൂരെയൊക്കെ ഇവിടെ കംപ്ലീറ്റ് ബിൽഡിങ്സ് വരുന്നുണ്ട്. ഈ ഒരു ഏരിയ മാത്രമല്ല, കംപ്ലീറ്റ് മൊത്തം അങ്ങനത്തെ റെസിഡൻഷ്യൽ സംഭവമാക്കി മാറ്റുകയാണ് അവർ. എക്സ്പോയുടെ ഹാഷ്ടാഗ് ഒക്കെ ഉണ്ട് ഇവിടെ. ഫോട്ടോ എടുത്താലോ? പിന്നെ ഇവിടെ ഇത് ഒരുപാട് നടക്കാണ്ട്. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഈ സൈക്കിൾ ഫെസിലിറ്റി, പിന്നെ മറ്റേ ഈ സ്കൂട്ടർ, അതൊക്കെ യൂസ് ചെയ്യാം. ഇവിടെ എക്സ്പോ നടന്നിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വരാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സ്ഥലം ഇതാട്ടാ. ഇവിടെ നമ്മുടെ റൊണാൾഡോ, മെസ്സിയൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലെ അങ്ങ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറാം, പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റില്ല. ഇന്നിങ്ങനെ അന്ന് വേവ് പോലെ ഇങ്ങനെ വെള്ളം പുറത്തുനിന്ന് ഇങ്ങനെ ചാടി വരുന്ന പരിപാടിയൊക്കെ ഉണ്ടായി. ഇപ്പം അതൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഇതാവുന്നുണ്ട്. പക്ഷെ അന്നത്തെ ഒരു ഭംഗിയൊന്നുമില്ല ഇപ്പം. ജസ്റ്റ് നമുക്ക് അവിടം വരെയും കൂടി പോവാം.
വെയിലായിരുന്നേ നടക്കാൻ അത്ര രസമൊന്നുമില്ല ഇപ്പോൾ. ഏറ്റവും ബെറ്റർ ഈവനിങ് ടൈം അല്ലെങ്കിൽ നൈറ്റ് ഇറങ്ങി നടക്കുന്നതാണ് ബെറ്റർ. ഈ വെള്ളം ഇപ്പോഴും ഒഴുകുന്നുണ്ട് കേട്ടോ. നമുക്ക് താഴേക്കൊക്കെ പോവാം, ഈ സ്റ്റൈൽ ഇറങ്ങി പോവാം. അവിടെ തണലില്ലാത്ത കാരണം ഞാൻ ആ ഭാഗത്തേക്ക് പോവാത്താണ്. കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്നത് പണ്ട് പൗലിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഇവിടെ ഇപ്പോഴും വർക്ക് നടക്കുന്നുണ്ട്. ക്രിയേറ്റഡ് ബൈ വെറ്റ്. ഇവിടെ വെള്ളം ക്രിയേറ്റഡ് ബൈ സ്റ്റെയർകേസ്. ഇവിടെ നടന്നാലുള്ള പ്രശ്നം, നമ്മൾ നടന്ന ദൂരത്ത് പോകും, പിന്നെ തിരിച്ചു വരുമ്പോൾ നമ്മൾ ആകെ ടയർഡാവും. ഇതൊക്കെ എന്താണ് സംഭവം? ഇതൊക്കെ ലോക്കാണ്. ഇതെന്തോ ഒരു സംഭവമാണ്, പക്ഷെ എന്താന്നുള്ളത് അറിയില്ല. കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്കന്ന് ഇവിടെ എക്സ്പോ നടക്കുമ്പോൾ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരു പൗലിയൻ സൗദിയിലായിരുന്നു. ഇവിടെ സൗദിയിലെ പൗലിയൻസ് ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ ദൂരെ കാണാം സൗദിയിലെ പൗലിയൻ, അതൊക്കെ ഉണ്ട്. ഇന്ത്യയുടെ പൗലിയനൊക്കെ ഈ ഏരിയയിലോ മറ്റൊക്കെ ആണ്, പക്ഷെ ഇന്നലെ അങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഇപ്പം നടന്നു പോലെ എളുപ്പമല്ല. ബഗ്ഗി എങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇതും ഏതൊരു പൗലിയൻ തന്നെയായിരുന്നു എന്ന് തോന്നുന്നുണ്ട്, പക്ഷെ ഏതാണെന്നുള്ള ഓർമ്മയില്ല. ഇവിടെയും ആ ഡോമിന്റെ സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതെന്തോ റെക്കോർഡാന്ന് തോന്നുന്നുണ്ട്. നമ്മൾ ആ ഫോട്ടോ എടുക്കാൻ പോയടുത്തുനിന്ന് വേഗം വന്നു കേട്ടോ, കാരണം ഭയങ്കര ചൂടാണ്. സമയം എത്ര 9:15 ഉണ്ടായിട്ടുള്ളൂ, പക്ഷെ ചൂട് രക്ഷയില്ല. ഭയങ്കര ഹ്യൂമിഡിറ്റിയാണ്, വേർത്ത് കുളിക്കും. ഏറ്റവും ബെറ്റർ ഒരു 4 മണി 5 മണി ആ സമയത്തൊക്കെ ഇറങ്ങി മൊത്തം ബഗ്ഗി എടുത്ത് നടക്കുക. അവിടെ ഇറങ്ങി ഇഷ്ടമുള്ളടത്തൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഞാൻ ഹോട്ടലും ഡീറ്റെയിൽസൊക്കെ കാണിച്ചു തരാം കേട്ടോ. അവിടുത്തെ ഒരു ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് ആയിട്ട് കണ്ടത് ചെക്ക് ഇൻ ടൈമാണ്. 4 മണിക്കാണ് ചെക്ക് ഇൻ വരുന്നത്. ചെക്ക് ഔട്ട് വരുന്നത് പിറ്റേ ദിവസം 2 മണി. അത് നല്ലൊരു ടൈമിംഗ് ആയിട്ട് തോന്നി. പിന്നെ ബാക്കി വ്ളോഗേഴ്സൊക്കെ പറയണത് ഇതൊരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉണ്ട്, പക്ഷേ 5 സ്റ്റാർ ഹോട്ടലല്ല. അപ്പോൾ ഹോട്ടലൊക്കെ നല്ല നൈസാണ്, നീറ്റാണ്. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയൊരു സെറ്റപ്പാണ്. പൂളുണ്ട്. ഈ ഡോമിയോട് ചേർന്നിട്ടാണ് പൂളൊക്കെ വരുന്നത്. അപ്പോൾ ഫോട്ടോ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ മൊത്തത്തിൽ ക്രൗഡ് കുറവാണ് ഈ സമ്മറായ കാരണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൈവസി, ഇങ്ങനെ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ആൾക്കാർ കുറവായിട്ടുള്ള സ്ഥലം, അങ്ങനെയുള്ളവർക്കൊക്കെ ബെറ്റർ ഓപ്ഷനാണ്. ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് നമുക്കിങ്ങനെ എത്ര നമ്മൾ ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, ഒരു ക്രൗഡും ഇല്ലാണ്ട്. ഇപ്പം തന്നെ ഈ ഡോമിൻ്റെ ഉള്ളിലൊരു 10 ആൾ താഴെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരാൻ ഇഷ്ടമുള്ളവർക്ക് ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരാം ഹോട്ടലിൽ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ഹോട്ടലിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടുന്ന് എടുക്കണ്ട ഇത്? ഏതാ ദൂരെന്നാ? ദൂരെ പോയി എടുക്കാൻ. അതല്ല, അവിടുന്ന് ഇങ്ങോട്ട് എടുത്തു. എവിടെന്ന്? അവിടെ നിന്നിട്ട് നമ്മള് ഫോട്ടോ എടുത്തില്ലേ? സന പറയണത് ദൂരെ നിന്നിട്ട് ഡോം കാണിച്ചു തരാനാ. കാണിച്ചു തരാം. ഇതെന്താ അല്ല പറഞ്ഞതാ. ഇതാണ്ടോ നമ്മുടെ ഹോട്ടൽ വരുന്നത്. നമ്മുടെ റൂം ഇവിടെ എവിടെയാണ്, 9th ഫ്ലോറിൽ എവിടെയാണ്. ഇതല്ല, ഇതിൻ്റെ ഉള്ളല്ലേ? അല്ല, ഇതാണ് നമ്മുടെ ഹോട്ടൽ. റോവ് ഇതാണോ? സനയ്ക്കൊന്ന് വഴി തെറ്റിക്കണം, എന്നല്ല സനയ്ക്ക് സന്തോഷമുള്ളൂ. അൽ വസൽ പ്ലാസ.
അവിടെയാണ് എക്സിബിഷൻ നടക്കുന്നത്. അയ്യോ, സൂം ഔട്ട് ഇവിടെ ഉണ്ടോ, സൂമിൻ. അവിടെയാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം അത് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ പോകാവുന്നതാണ്. നമുക്ക് പിന്നെ അങ്ങനത്തെ സംഭവമൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടമായി സാധനം. അടിപൊളിയുണ്ട്. ഇതാണ് ട്ടോ ഇവരെ ബഗ്ഗി. ഇതിലാണ് നമ്മളെ ഇത് കൊണ്ടുപോവാ. എക്സ്പോ നടന്നപ്പോൾ മെയിൻ സംഭവമായിരുന്നു ഈ സംഭവം. ഇതൊന്നെന്തോ സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നു തോന്നുന്നുണ്ട്, വഴി പറഞ്ഞു കൊടുക്കേ അങ്ങനെ എന്തോ സംഭവമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ ഹോട്ടലിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ ഈ സംഭവം വർക്ക് ചെയ്തിരുന്നു, പക്ഷെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് റിസപ്ഷൻ ഏരിയ. പിന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ ഇവിടെ കളിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. കാണാനുള്ള ഫെസിലിറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ ടെന്നീസ്, എന്താ ഫൂസ്ബോളോ അങ്ങനെയാണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നത്, എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഇത് കളിക്കാം, ടേബിൾ ടെന്നീസ് കളിക്കാം. ഇത് നല്ല കളിച്ചിട്ട് സാധനം തോറ്റു. എന്ത് കള്ളക്കളി, തോറ്റു കഴിഞ്ഞാൽ അത് കള്ളക്കളിയാവും. എന്താല്ലേ. ഫുഡ് കഴിക്കാൻ പോയല്ലോ. ഇതാണ് അവിടുത്തെ പൂൾ ഏരിയ. നമ്മളെ ഡോമിൻ്റെ ഇവിടെ ഇന്നലെ നൈറ്റൊക്കെ വന്നപ്പോൾ ഇത്ര ചൂട് ഇല്ല, അത് കാരണം നൈസായിരുന്നു. പക്ഷെ ഈ സമയത്തൊന്നും ചെന്ന് കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല. ഇനി ഇവിടെ ജിം ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ഭാഗത്തേക്കേ നമ്മൾ പോയിട്ടില്ല. ഒരു കുറേ നാൾക്കൊക്കെ വന്ന് നിൽക്കുന്നവർക്കാണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഔട്ട്ഡോർ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് റൂമിലേക്ക് വരിക കേട്ടോ. റൂമാണ് ആകെ കച്ചറായിരിക്കും. ഇവിടെ ബാൽക്കണി ഉണ്ട്, ബാൽക്കണിയിൽ ഇരുന്നിട്ട് ഈ ഡോമിൻ്റെ അടുത്ത് നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. ഇതിനും ഡോമിന്റെ ചിഹ്നാണ്. കേടാക്കി. ഇവിടെ നല്ല വാഷ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അങ്ങനെ ഇന്നലെ പൂളിൽ പോയിട്ട് ഡ്രസ്സൊക്കെ ആകെ ഇട്ടേക്കാണ്, ആകെ കച്ചറാക്കി ഇട്ടേക്ക്, അത് കാരണം കാണിക്കില്ല. അപ്പോൾ ഇതാണ്ടാ നമ്മുടെ സ്റ്റേക്കേഷൻ ടൂർ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.